viewers, welcome back to my channel. So ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു സ്മോൾ ബാക്ക് പാക്ക് ആണ്. അത്ര നമുക്കങ്ങനെ സ്മോൾ ആയിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സിബ് നോക്കുകയാണെങ്കിൽ നോർമൽ ഒരു സിബ് തന്നെയാണ് വരുന്നത്, പക്ഷെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ബാഗായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു വാട്ടർ റെസിസ്റ്റൻറ്റ് ബാഗ് അല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീൻ ആക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് വൈപ്പ് ചെയ്യുക. പിന്നെ എക്സ്റ്റേണലി പറയുകയാണെങ്കിൽ 3 ഔട്ടർ കമ്പാർട്ട്മെൻറ്റ്സ് ആണ് ഈ ഒരു ബാഗിന് വരുന്നത്. ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ കമ്പാർട്ട്മെൻ്റ് ആണ്, പക്ഷെ എന്നാലും നല്ല സ്പേഷ്യസ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനൊരു വലിയ കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. അത്യാവശ്യം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എമർജൻസി ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ, അതായത് നമുക്ക് ഈ ഒരു ബാഗിൽ നമുക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സും ബോട്ടിൽസും അംബ്രലാസ് ഒക്കെ കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ മെറ്റീരിയൽ പോളിസ്റ്റർ ആണ് വരുന്നത്. നെക്സ്റ്റ് ഒരു ലാപ്ടോപ്പ് കമ്പാർട്ട്മെൻറ്റ് കൂടിയുള്ള ഒരു പോക്കറ്റാണ് വരുന്നത്. ഇതും നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ പാഡഡ് ആണ് ഈ ഒരു ലാപ്ടോപ്പ് കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 13 ഇഞ്ച് സൈസുള്ള ലാപ്ടോപ്സും ടാബ്ലറ്റ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവറോൾ ഈ ഒരു ബാഗിൻ്റെ ഹൈറ്റ് വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. പിന്നെ 9.7 ലിറ്റേഴ്സ് ആണ് ഇതിൻ്റെ വോളിയം വരുന്നത്. അപ്പോൾ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ബാക്ക് പാക്ക് നല്ലൊരു അടിപൊളി ബാക്ക് പാക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 2 സൈഡിൽ പിന്നെയും സ്റ്റാഷ് പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ പിന്നെ ഇങ്ങനെ ഒരു പോക്കറ്റും കൂടി ഉണ്ട്. അതായത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ്, നമുക്ക് നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നോൺ പാഡഡ് ആയിട്ടുള്ള സ്ട്രാപ്സ് ആണ് വരുന്നത്, പക്ഷേ ലെങ്ത് ഒക്കെ നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 4 സിപ്പർ പോക്കറ്റ്സ് തന്നെ ഈ ഒരു ബാഗിനുണ്ട്. കൂടാതെ ഒരു ലാപ്ടോപ്പ് കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. നമുക്ക് കോളേജിൽ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഈ ഒരു ബാഗിൽ കൊള്ളിക്കാൻ പറ്റും. അത്യാവശ്യമല്ല, ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങൾ നമുക്ക് കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കോളേജിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുമ്പോഴൊക്കെ നമുക്ക് അത്യാവശ്യമായ ടാബ്ലറ്റ്സും ലാപ്ടോപ്സും മൊബൈൽസ് അംബ്രല ഫുഡ് ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഒരു ബാഗാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2995 റുപ്പീസാണ്. പക്ഷേ എനിക്കതിലും റേറ്റ് കുറവിലാണ് കിട്ടിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.